ഷാബു പ്രസാദ്, താങ്കൾ എങ്ങനെ കാണുന്നു ജി സുകുമാരൻ നായരുടെ ഈ നിലപാടിനെ? എനിക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല മഞ്ജുഷ. എന്താ വെച്ചാല് കാര്യം ഇവർക്കൊന്നും ഒരിക്കലും ഈ പറഞ്ഞ പോലെ ആ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് സ്ഥായിയായ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു നിലപാടുമുള്ള ഒരു കൂട്ടരല്ല NSS. ഒരു നിലപാടും അവർക്കുള്ളതല്ല. ഇപ്പൊ 2018 ശബരിമല ഇഷ്യൂവിനെ തുടർന്ന് ആ സംഭവത്തില് അവർ അന്ന് സർക്കാരിനെ ശക്തമായി എതിർത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ സ്വഭാവമുണ്ടല്ലോ. 5 വർഷം കൂടിയിരിക്കുമ്പോൾ LDF, 5 വർഷം കൂടിയിരിക്കുമ്പോൾ UDF, 5 ഈ പോക്ക് പോകുന്ന ആ ഒരു ഇത് അന്ന് കേരളത്തിൽ ഉയർന്ന ആ ഒരു വികാരമുണ്ടായിരുന്നു. അങ്ങനെ ഇനിയും വരാൻ പോകുന്ന സർക്കാർ തീർച്ചയായിട്ടും UDFന്റെ തന്നെയായിരിക്കും, LDFന്റെ കാലം തൽക്കാലം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി എന്ന് ചിന്തിച്ച് UDFന്റെ കൂടെ കൂടാനും അങ്ങനെ എടുത്ത ഒരു നിലപാടാണ്. പക്ഷെ അന്ന് UDF നിലപാടെടുക്കുന്നതിനേക്കാൾ മുമ്പ് NSS എടുത്തിരുന്നു ശ്രീ ഷാബു പ്രസാദ്. അതായത് ഭൂരിഭാഗം, അതായത് ഒരു 99% ഏറെ വരുന്ന NSS അംഗങ്ങൾ ഇതിനോടൊപ്പമാണ്, അതായത് യുവതീ പ്രവേശനത്തിനെതിരാണ് എന്ന് കണ്ടുകൊണ്ട് NSS എടുത്തൊരു നിലപാടല്ലേ അത്? അത് മാത്രമല്ല അതേസമയം ഈ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ സാഹചര്യം അതിൻ്റെ അകത്തൊരു പ്രധാന ഘടകമാണ് മഞ്ജുഷേ. അന്ന് ഈ LDFനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൻ്റെ അകത്ത് ഈ ഒരു കേരളത്തിന്റെ ആ ഒരു രാഷ്ട്രീയ സ്വഭാവം ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഇവിടെ ഈ ജേക്കബ് ജോർജ് സാർ പറഞ്ഞ പോലെ കാര്യം NSS ആണ് പന്തളത്തെ ഈ വലിയ ആ ഭക്തജന സംഘം സംഘടിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിത്തിരി അതിവായനയാണ് സാറേ. ഞാൻ പന്തളത്തുകാരനാണ്, ഞാൻ പന്തളം സ്വദേശിയാണ്, ഞാൻ തിരുവല്ലക്കാരനാണ്, എനിക്കറിയാം. ആയിക്കോട്ടെ, അല്ല ഞാൻ പ്രോപ്പർ പന്തളമാണ്, പന്തളത്തിന്റെ ഹൃദയത്തിലുള്ള ജനിച്ചു വളർന്നവനാണ് ഞാൻ. തിരുവല്ല ഒരു 25 കിലോമീറ്റർ അപ്പുറത്താ. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ നമ്മളൊരു സംസ്കാരമാണ്. എനിക്ക് നന്നായിട്ടറിയാം എങ്ങനെയാണ് അവിടെ അത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടായതെന്ന് പറഞ്ഞത്. അല്ലാതെ ഇവിടെ നിന്ന് സുകുമാരൻ നായർ ആഹ്വാനിച്ചത് കൊണ്ടൊന്നും അല്ല പന്തളത്ത് അത്ര വലിയ ജനക്കൂട്ടം. അന്ന് NSS ആയിരുന്നില്ലേ നാമജപ ഘോഷയാത്ര? അത് ശരിയല്ല. അതിനെയാണല്ലോ പിന്നെ തെറി ഘോഷയാത്ര എന്ന് ഇടതുമുന്നണി വിശേഷിപ്പിച്ചത്. തെറി ഘോഷയാത്ര എന്നായിരുന്നു അതിനുള്ള ആക്ഷേപം. NSS അതിനൊപ്പം നിന്നു എന്നുള്ളത് സത്യം. അല്ല, അത് BJP ഏറ്റെടുക്കുമായിരുന്നു ഷാബു പ്രസാദ്. ഷാബു സാർ, അത് താങ്കൾക്ക് അതിൽ ഭൂരിഭാഗവും BJP അനുഭാവികളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് NSS സംഘടിപ്പിച്ചതായിരുന്നില്ലേ? പിന്നെ NSS അല്ല അത് സംഘടിപ്പിച്ചത്. NSS അതിനൊപ്പം നിന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഭക്തജന സമൂഹമുണ്ട്. അതിന്റെ ഒരുപാട് ഘടകങ്ങളുണ്ട്. എനിക്ക് അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാം. അതവിടെ നിൽക്കട്ടെ. ഇനി അതല്ല അറിഞ്ഞത്. ഇപ്പൊ ഒരു കാര്യമുണ്ട്. ഇപ്പത്തെ ഈ 2 ആഴ്ച മുമ്പ്, കഴിഞ്ഞ ആഴ്ച പന്തളത്ത് നടന്നല്ലോ, വീണ്ടും നടന്നല്ലോ. അതായത് പ്രത്യേകിച്ച് പന്തളത്തുകാരെ സംബന്ധിച്ചിടത്തോളം പിന്തുണയും നൽകിയിരുന്നുമില്ല ആ സമയത്തും ആള് കൂടി, ഭക്തജനങ്ങൾ കൂടി. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വലിയ വികാരമാണെന്നേ. ശബരിമല എന്ന് പറയുന്ന അത്ര വലിയൊരു വികാരമാണത്. ആ ജനം സ്വാഭാവികമായി ഒഴുകിയെത്തുന്ന ജനമാണത്. അല്ലാതെ ഈ ഇവിടെ നിന്ന് NSSനെ കൊണ്ടൊന്നും ഇത്ര വലിയ എന്താണ് അവർക്ക് ചങ്ങനാശ്ശേരി സംഘടിപ്പിക്കാൻ സാധിക്കാത്തത്? എന്താണ് അവർക്ക് വേറെ ഒരിടത്തിൽ സംഘടിപ്പിക്കാൻ സാധിക്കാത്തത്? എവിടെയെങ്കിലും അല്ല, പന്തളത്ത് തുടങ്ങി മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും അല്ല, ശബരിമല വിഷയമായതുകൊണ്ടാണ് പന്തളത്ത് തുടങ്ങിയത്. അവിടെ നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്കും NSS വ്യാപിപ്പിച്ചു. ഒപ്പം കൂടി BJPയും കോൺഗ്രസും. NSSന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം, അതേ ഞാൻ പറഞ്ഞു. പക്ഷെ അല്ല, ഇവരൊന്നും അത്ര വലിയ സംഘാടകരൊന്നും അല്ല മഞ്ജുഷേ. വലിയൊരു ഗ്യാതറിങ്ങിനെ സംഘടിപ്പിക്കാനും അതിനെ മാനേജ് ചെയ്യാനും അതിനെ വലിയൊരു പ്രക്ഷോഭമാക്കി മാറ്റിയെടുക്കാനും അതൊക്കെ പണ്ട് മന്നത്ത് പത്മനാഭന്റെ കാലത്തോടുകൂടി കഴിഞ്ഞു. മന്നത്ത് പത്മനാഭൻ അസാമാന്യമായ സംഘാടകനായിരുന്നു, അസാമാന്യമായ നേതൃത്വമുള്ള ആളായിരുന്നു, പാഠവുമുള്ള ആളായിരുന്നു. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും ആ ഒരു കാലിബറും ഉള്ളവരൊന്നും ഇപ്പൊ NSSന്റെ കാലത്തില്ല. അത് 19 വർഷം മുമ്പ് കഴിഞ്ഞു. വെറുതെ ഇരുന്ന് ആഹ്വാനിച്ചാലൊന്നും ആള് കൂടില്ല. അതൊന്ന് അവിടെ. പിന്നെ മറ്റൊന്ന്, ഇവിടെ ഇപ്പം ഇവർ ഈ നിലപാട് മാറ്റുന്നതിന്റെ കാരണം, ഈ LDFന് തുറന്ന പിന്തുണ കൊടുക്കുന്നതിന്റെ കാരണം കൃത്യമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാര്യം ഈ പിണറായി വിജയൻ സർക്കാർ 3ാമതും അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന ഒരു തോന്നൽ,
അല്ലെങ്കിൽ ഞാനും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ, അതിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മനസ്സിലാക്കി കൃത്യമായ ആ ഒരു സമയത്തുള്ള ഒരു നിറം മാറ്റം മാത്രമാണിത്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്താണെന്ന് സുകുമാരൻ നായർ പറഞ്ഞത് എന്താ, LDF-ന് സർക്കാരിന് വേണമെങ്കിൽ അവിടെ യുവതികളെ കയറ്റാമായിരുന്നു, പക്ഷെ അവർ ചെയ്തില്ലല്ലോ. ഇവര് ചെയ്തത് എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവര് 2018 എന്താണോ ചെയ്തത് അതവർ ചെയ്തില്ല എന്ന് ഈ കേരള ജനതയുടെ മുഖത്ത് നോക്കി പറയാൻ എങ്ങനെ സാധിക്കുന്നു? അത് മറ്റൊന്നുമല്ല. അതായത് ഇവർക്ക് ഇതെന്നൊക്കെ പറഞ്ഞാൽ മതി. ഇവരെ ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. ആരും മുഖത്ത് നോക്കി ഒരു അക്ഷരം ചോദിക്കാൻ പോകുന്നില്ല. അല്ല, അപ്പോൾ ഈ കരയോഗങ്ങളുടെ ഒക്കെ ഈ എതിർപ്പ് അത് വെറുതെയാണെന്ന് ചിലപ്പോൾ കരയോഗങ്ങളെ പിരിച്ചുവിട്ടേക്കാം. വെറുതെയാകും. ആ കരയോഗം പിരിച്ചുവിടുന്ന നിങ്ങൾ നോക്കിക്കോളൂ. NSSന്റെ ഒരു സെറ്റപ്പ് അതാണ്. NSSന്റെ ഇപ്പത്തെ ഗോപകുമാർ സാർ കൃത്യമായിട്ട് പറഞ്ഞതുപോലെ മന്നത്ത് പത്മനാഭൻ അതിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ടുണ്ടാക്കിയ സെറ്റപ്പാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർ അതിനെ ദുരുപയോഗം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു NSS ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ ആർക്കെങ്കിലും കഴിയുമോ? ഒന്നുകിൽ അങ്ങനെ രാജിവെച്ചു പോകണം, അല്ലെ മരിക്കണം, അല്ലെങ്കിൽ അത് ആജീവനാന്തമാണ്. അല്ലാതെ ഒരു ജനറൽ സെക്രട്ടറിയെ മാറ്റാൻ കഴിയില്ല. അതാണ് NSSന്റെ സെറ്റപ്പ്. ഇനി നോക്കിക്കോളൂ, ആ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആരും അറിയാതെ ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായർക്കെതിരെ ശബ്ദം ഉയർത്തിയ അല്ലെങ്കിൽ ആ കരയോഗം നാളെ ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോളൂ. അല്ലെങ്കിൽ അവരുന്നയിച്ച ആ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ പിന്നിൽ നിന്ന് കുത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ശരിക്കും സംഭവിച്ചത്, അല്ലേ? അത് തന്നെയാണ്. അത് വേറെ കാര്യം. കാര്യം ഇവരിൽ നിന്ന് ഈ പറഞ്ഞില്ല, യാതൊരു എത്തിക്സും ഇല്ലാത്ത, യാതൊരു മര്യാദയോ ഉളുപ്പും ഇല്ലാത്തവരിൽ നിന്ന് ഇതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണത്. ഇത് ഈ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും അറിയാം, നായർ സമുദായങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഇവരുടെ വിചാരം ഇപ്പോഴും ഞാൻ അവിടെ നിന്ന് ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ നായന്മാരെല്ലാം കൂടെ നിരന്ന് നിന്ന് വോട്ട് ചെയ്തോളും, ഞാൻ പറയുന്നത് കേട്ടോളും എന്നൊക്കെയുള്ള ഒരു സങ്കല്പ സ്വർഗത്തിൽ, ആ ഒരു മാടമ്പിത്തരത്തിലാണ് ഇപ്പോഴും ഇവരൊക്കെ ജീവിക്കുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് ഇപ്പോഴും അവർക്കറിയില്ല. നോക്കിക്കോളൂ, ഈ നിങ്ങളൊന്ന് ഈ NSSന്റെ തന്നെ ഭാഗമായിട്ടുള്ള ആൾക്കാരോട് വ്യക്തിപരമായി ഒന്ന് സംസാരിച്ച് നോക്കിയോളൂ. ഈ സുകുമാരൻ നായരെ പച്ചത്തെറി പറയുന്നത് കേൾക്കാം. പക്ഷെ എന്ത് ചെയ്യാനാണ്? നിവർത്തിയില്ല. ഈ പിണറായി വിജയന്റെ കാര്യം പറഞ്ഞ മാതിരി NSSന്റെ ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ തിരുവായ്ക്ക് അവിടെ എതിർവായില്ല. ഇയാൾക്ക് എന്തും പറയാം അവിടെ ഇരുന്ന്. ശരി, ശ്രീ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ശ്രീ ഗോപകുമാർ സാറും ജേക്കബ് ജോർജും ഒക്കെ പറഞ്ഞ പോലെ ഒരു ബോണസിന് വേണ്ടിയുള്ള ശ്രമം അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി? അതുകൊണ്ടാണല്ലോ മന്ത്രി വാസവനെ അവിടെ വിടുന്നു, എന്തോ രഹസ്യം പറയുന്നു, ഉറപ്പ് നൽകിയെന്ന് ജി സുകുമാരൻ നായർ പറയുന്നു. ഇപ്പോൾ സമുദായാംഗങ്ങൾ ചോദിക്കുന്നത് എന്താണ് ആ ഉറപ്പ് എന്നാണ്. പക്ഷെ അതിലൊന്നും കാര്യമില്ല, ആ കിട്ടുന്ന വോട്ടുകൾ ബോണസ് എന്ന രീതിയിൽ അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മതനിരപേക്ഷ കാഴ്ചപ്പാടുണ്ട്. ആ മതനിരപേക്ഷ കാഴ്ചപ്പാടിന് മുന്നോടിയായിട്ടാണ് എല്ലാ സമുദായങ്ങളും